ഞങ്ങളിപ്പോൾ ഈ അൻവർ സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം ഭരണകക്ഷി MLA, ഒരു ഭരണകക്ഷി MLA തന്നെ ഭരണകക്ഷിക്കെതിരെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ശക്തമായിട്ടുള്ള അന്വേഷണം വേണം എന്ന നിലപാടാണ് ഞങ്ങൾക്ക് അന്നും ഇന്നുള്ളത്. ഇന്നിപ്പോൾ അദ്ദേഹം ഭരണകക്ഷി MLA അല്ലെങ്കിലും ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം പുറത്തായത്. അതുകൊണ്ട് MLA എന്നുള്ള നിലയിൽ അദ്ദേഹം ഉത്തരവാദിത്വത്തോടുകൂടെ സർക്കാരിനെതിരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള സ്റ്റാൻഡാണ് കോൺഗ്രസിനും UDF-നും ഉള്ളത്. ആ സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. പിന്നെ അൻവർ എന്ത് രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അതൊന്നും ഞങ്ങളുടെ അജണ്ടയിലില്ല. ഈ DMK ആയിട്ടൊക്കെ സഹകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണല്ലോ വരും, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ളവരുള്ള മുന്നണിയിൽ. അപ്പോൾ എങ്ങനെ കേരളത്തിൽ അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും സമീപിക്കുക? ഇല്ല, അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവി കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിക്കട്ടെ. അത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ അജണ്ട ഇല്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ബാധ്യതയും UDF-നില്ല. മാത്രമല്ല, അൻവർ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിലും മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നാലും നിലവിലുള്ള നിയമം അനുസരിച്ച്, കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് ഒരാൾ സ്വതന്ത്രനായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയിൽ ചേരാം. എന്നാൽ 6 മാസം കഴിഞ്ഞാണെങ്കിൽ അദ്ദേഹം സ്ഥിരമായിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് ഇരിക്കണം. പക്ഷേ എന്ത് സ്റ്റാൻഡ് വേണമെങ്കിലും എടുക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുകയോ മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേരുകയോ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നിയമവശമുണ്ട്. പക്ഷേ UDF-നെ സംബന്ധിച്ച് ഇതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമല്ല. ഉന്നയിച്ച ആരോപണങ്ങൾ ഗുരുതരാണ്. അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ പാർട്ടിയും UDF-ഉം ഇന്ന് സമരരംഗത്താണ്. മുഖ്യമന്ത്രി രാജിവെക്കണം, പൂരം കലക്കിയ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുൾപ്പെടെയുള്ള പല വിഷയങ്ങളും ഉണ്ട്. അൻവറിൻ്റെ ഭാവി കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയില്ല. അത് അൻവർ അപ്രോച്ച് ചെയ്യുന്ന കാലത്ത് UDF പൊതുവായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഈ പൂരം കലക്കിയ ബന്ധപ്പെട്ട് DGP-ക്കെതിരെ അല്ലെങ്കിൽ അത്തരൊരു നടപടിയിലേക്ക് അത് ഞങ്ങൾ ജുഡീഷ്യൽ എൻക്വയറി അല്ലാതെ ഞങ്ങൾ ഒരു അന്വേഷണവും ഞങ്ങൾ അംഗീകരിക്കില്ല. കാരണം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഞങ്ങളെ പ്രവർത്തകരെ തല്ലിയിട്ട് ലോകം മുഴുവൻ കണ്ടു, ക്രൈംബ്രാഞ്ച് മാത്രം കണ്ടില്ല. അങ്ങനെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ എന്താ റിസൾട്ട് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു അന്വേഷണവും ഞങ്ങൾ അംഗീകരിക്കില്ല.